മാരീസൻ വി കൃഷ്ണമൂർത്തിയുടെ തിരക്കഥയിൽ ഫഹദ് ഫാസിലിനെയും വടിവേലുവിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ്, തമിഴ് സിനിമയാണ് മാരീസൻ. സതീഷ് ശങ്കർ, അദ്ദേഹത്തിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിലീപിൻ്റെ ഒരു പഴയ പടമുണ്ട്, വില്ലാളി വീരൻ. ആ പൊട്ട പടത്തിൻ്റെ സംവിധായകനാണ് ഇങ്ങേര്. പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങേർക്ക് പണി അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അന്നത് എങ്ങനെയോ സംഭവിച്ച ആ പടം അങ്ങനെ ആയി പോകാൻ കാരണം എന്തായിരിക്കാം എന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ വടിവേലു സാർ, എൻ്റെ മനുഷ്യ, നിങ്ങളെന്ത് അസാധ്യ നടനാണ്. എനിക്ക് പടം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നി. കാരണം വടിവേലു എന്ന് പറഞ്ഞൊരു ആ വ്യക്തിയെ വെറും ഒരു കോമഡി ആർട്ടിസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ. പുള്ളിക്കാരൻ്റെ വേറൊരു റേഞ്ച് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. ഫഹദ് ഫാസിൽ യമാൻ, പുള്ളിയെക്കുറിച്ച് നമ്മൾ മലയാളികൾ എന്നല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പുള്ളി ഏത് ലെവല് ഒരു അഭിനേതാവാണെന്നുള്ളത്. പുള്ളി കള്ളൻ പ്രസാദായിട്ട് നമ്മുടെ തൊണ്ടിമുതൽ സാക്ഷിക്കാത്ത വന്നിരുന്ന അതേ കോസ്റ്റ്യൂം, അതേ ഒരു ലുക്ക്, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി. ഫഹദ് ഫാസിൽ നിന്നങ്ങ് തകർക്കുക. നമുക്ക് ഈ പടം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓർക്കും പടം ലാഗാണല്ലോ, ഇതെങ്ങോട്ടേ പോകുന്നത്, ഒരു രസമില്ലല്ലോ എന്ന്. പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നിടത്ത് സംവിധായകൻ അവിടെ ഒരു ഡയലോഗ് കൊണ്ട് ആ പടത്തിൻ്റെ ഒരു പൾസല്ല പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡയലോഗുണ്ട്, പടം സ്ലോ ആയിട്ടാണല്ലോ പോകുന്നത്, അങ്ങോട്ടൊരു ഇതില്ലല്ലോ എന്ന്. അവിടെ തൊട്ട് അങ്ങോട്ട് തുടങ്ങുക മോനെ ട്വിസ്റ്റ്. പടത്തിൻ്റെ റേഞ്ചേ മാറുക, വേറെ ലെവൽ പടം. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുടുംബസമേതം പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. എൻ്റെ 80 സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, 80 സബ്സ്ക്രൈബേഴ്സ് അതെ പറയാനുള്ളത്, ധൈര്യമായിട്ടെല്ലാം ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെയായിട്ട് മൊത്തം പന്ന സിനിമകളാണ് കൂടുതലും തിയേറ്ററിൽ കിടന്ന് ഓടുന്നതെന്നാണ് ഞാൻ തിയേറ്ററിൽ പോയില്ല, ഓൾമോസ്റ്റ് എല്ലാ റിവ്യൂസും പറയുന്നത്, എല്ലാ റിവ്യൂസിൻ്റെ കാണുമ്പം അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നതിലൊരു ബെസ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണെന്ന്. ബാക്കി സിനിമകൾ കണ്ടില്ല, കാണണം. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കാണുക. ക്ലൈമാക്സും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ശരിക്കും മനസ്സിൽ തട്ടും. ഒരു വല്ലാത്തൊരു പടമാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, ഒരു സ്റ്റോറിയൊക്കെ ട്രെയിലറിനകത്ത് തന്നെ ഉണ്ട് എന്തുവാ കഥ എന്നുള്ളത്. പക്ഷേ ഈ കഥയ്ക്കകത്ത് ഒളിഞ്ഞിടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ തന്നെ പോയി കാണും. ഒരു രക്ഷയില്ല മക്കൾ, അടിപൊളി പക്കാ റൈറ്റിംഗ്. വി കൃഷ്ണമൂർത്തി സാർ, നിങ്ങളുടെ എഴുത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സുധീഷ് ശങ്കർ, നിങ്ങളുടെ ഡയറക്ഷനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വടിവേലു സാർ, നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫഹദ് അണ്ണ, നിങ്ങൾ ഉയരാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ വേറെ ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ടേ, അവരെയൊക്കെ സൈഡാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവർ രണ്ടുപേരും ഈ ഫഹദിൻ്റെ മോഷണമൊക്കെ കാണിക്കുന്നത് ഒന്നും പറയാം. നിങ്ങൾ പോയി കണ്ടോ, ധൈര്യമായിട്ട് പോയി കണ്ടോ, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഒരു ലാഗോ ഒരു മടുപ്പോ വിചാരിക്കേണ്ട, നിങ്ങൾ ശരിക്കും മനസ്സ് നിറഞ്ഞിറങ്ങി വരാൻ പറ്റിയൊരു പടമാണ്. വർത്താണ്. ഓക്കെ, ബൈ.